കഴിഞ്ഞ കാണ്ഡങ്ങളിലൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നേ? ഈ ബ്രഹ്മവിദ്യയായ സീതാദേവി അന്വേഷിച്ച് നടന്നു. കണ്ടു കിട്ടിയോ? അതുകൊണ്ട് അത് സുന്ദരമല്ല. ഭഗവതിയെ കണ്ടു കിട്ടുമ്പോൾ അത് സുന്ദരകാന്ഡമായി മാറുന്നു. ഇനി നമ്മുടെ ജീവൻ എന്തിനാ കൊതിക്കുന്നത്? ജ്ഞാനപ്പാന വളരെ ലളിതമായിട്ട് പറയുന്നുണ്ട്. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും. നമ്മുടെ ജീവൻ സീതാദർശനത്തിന് വേണ്ടി അങ്ങനെ കൊതിക്കുക, തെരഞ്ഞു നടക്കുകയാണ്. ബ്രഹ്മവിദ്യയ്ക്ക് വേണ്ടി തെരഞ്ഞു നടക്കുകയാണ്. അത് തന്നെ ഈ സുന്ദരകാന്ഡം അങ്ങനെ നിറഞ്ഞു നിൽക്കുക. സംസാരത്തിൽ ഈ സുന്ദരകാന്ഡം പോലെ ഇത്രയും സുന്ദരമായ ഒരു അനുഭവം ഇല്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊന്ന്, പ്രകൃതീശ്വരിയായ സീതാദേവിയെ നേരിൽ കണ്ടു. ആ മഹാമായയെ നേരിൽ കണ്ടു കിട്ടി എങ്കിൽ പിന്നെ എന്തേ വേണ്ടു? ഒന്നും വേണ്ട. നമുക്കൊരു ദർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തോന്നി ഇന്നിപ്പോൾ ചായ ഒന്നും കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തോന്നാറുണ്ടോ? വയറ് നിറയും. നല്ലൊരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇന്ന് ഫുഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് കഴിവുണ്ടാവണം എന്നാണ്. നമ്മുടെ മനസ്സിന് ആ പക്വത ഉണ്ടാവണം.